Hello everyone, welcome to our new session. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ കരിക്കുലം എന്ന പേപ്പറിലെ സെക്കൻഡ് പാർട്ടാണ് അല്ലെ. അതോടുകൂടെ നമ്മുടെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻലി എങ്ങനെയാണ് സ്കൂൾ കരിക്കുലത്തില് നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ട്, അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ, അതായത് അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഡിസ്കഷൻ മെത്തേഡ് ആണ് അല്ലെ. ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഓപ്പൺ ഫോർ ആണ് അല്ലെ. അതിൽ എന്ത് ചെയ്യും, ലേണേഴ്സിന് അവരുടെ ഒപ്പീനിയൻ ഒക്കെ പറയാനുള്ള ഒരു ചാൻസ് ടീച്ചേഴ്സ് കൊടുക്കും അല്ലെ. അതായത് ജസ്റ്റ് ഒരു ടോപ്പിക് ടീച്ചർ എന്ത് ചെയ്യും, കുട്ടിയും എന്നിട്ട് ജസ്റ്റ് കുട്ടികളോട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, കുട്ടികളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഡിസ്കഷൻ മെത്തേഡ് അല്ലെ. ഡിസ്കഷൻ ഈസ് എ നാച്ചുറൽ ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ടു എക്സസൈസ് ദെയർ കമാൻഡ് of the process of communication, inference and conclusion. ഈ ഒരു ഡിസ്കഷൻ മെത്തേഡിന്റെ മെയിൻ എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണല്ലേ. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് എടുക്കാം. ഡിഫറെന്റ്, അപ്പൊ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്കിന്റെ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. The teacher give a brief introduction of the topic for the discussion. This is followed by supervised study by the students in a group or individually for an hour or so. The reference are given by the teacher. The teacher may study in the class or be allowed to go to library for reference. The students can get their difficult removed from the teachers. After scheduled time, teacher initiate discussion by posing some questions or problem, by putting some key questions or problem in logical sequence. The topic is covered through discussion. എന്താ പറയുന്നത്, ടീച്ചർ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികളെ അറിയിക്കും. അതായത് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ലൈബ്രറിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ബുക്കുകളൊക്കെ റെഫർ ചെയ്താൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എന്തൊക്കെ റെഫറൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ടീച്ചർ പറയും. ചിലപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സിന്റെ ഹവറിലായിരിക്കില്ല നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യാം. ചിലപ്പോൾ ടീച്ചർ പറയുന്നത് ഒരു 15 മിനിറ്റ് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോളൂ, ലൈബ്രറിയിൽ പോയിട്ട് ഒന്ന് റെഫർ ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം കൊടുക്കും. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പറയും. ചിലപ്പോൾ ഡിസ്കഷൻ എന്താണ്, ഗ്രൂപ്പായിട്ട് തിരഞ്ഞെടുത്തിട്ടായിരിക്കും ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ടീച്ചർ ആയിരിക്കും. ടീച്ചർ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റെലവന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്നുള്ള രീതിക്കായിരിക്കും ഡിസ്കഷൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ ഈ റെഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടീച്ചറുമായിട്ട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ ഈ ഡിസ്കഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കാണ് ഡിസ്കഷൻ മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടീച്ചർ ടോപ്പിക് ആദ്യം കൊടുക്കും, റെഫർ ചെയ്യേണ്ട മെറ്റീരിയൽസിനെ കുറിച്ചിട്ടൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യും. ഒരു ഷെഡ്യൂൾഡ് ടൈമിൽ എന്ത് ചെയ്യും, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്, ടീച്ചർ തന്നെയായിരിക്കും. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, പോസ് ചെയ്യും. ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്കഷന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഡിസ്കഷൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതിന് എന്ത് ടോപ്പിക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, അതേ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. ആ ഒരു ടോപ്പിക് ചൂസ് ചെയ്യേണ്ടത് കെയർഫുള്ളി ആയിരിക്കണം. അതെന്തായിരിക്കരുത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആവും ചെയ്യരുത്. ഭയങ്കര ടെക്നിക്കൽ വേർഷൻ ഒക്കെ ഉള്ള ടോപ്പിക് ആവും ചെയ്യരുത്. അത് എന്ത് ചെയ്തിരിക്കണം, കുട്ടികളുടെ, ഇവിടെ പീപ്പിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റുഡന്റ് എന്നാണ് കേട്ടോ. സം തിങ്കിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ പീപ്പിൾ. അതായത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അവരുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള
വളരെ സിമ്പിൾ അല്ലാത്ത എന്നാൽ വളരെ ഒരു ടഫ് രീതിക്കുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഷൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാതെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ പറയാൻ പറ്റുന്ന രീതിക്കുള്ള ടോപ്പിക്കുകളാണ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക് എന്തായിരിക്കണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാർട്ടിൽ നിന്നാവുകയും വേണം. Okay, it should be made very clear to the student that they have not only to study the whole topic, but have to read more even from other sources about the part they have been assigned. ഇതൊരു എക്സാമിന്റെ പോലെ നമ്മളിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ഇരുന്ന് പഠിക്കുക അങ്ങനെയല്ല അല്ലെ. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഹോൾ ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നാണ്. അപ്പൊ കുട്ടികളോട് ആദ്യം പറയണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിങ്ങനെ ഇത് അങ്ങനെ പഠിക്കാനുള്ളതല്ല, നിങ്ങൾ ഡിഫറെന്റ് സോഴ്സസുകളിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. നമ്മളുടെ മെയിൻ ഉദ്ദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്നുള്ളത് കുട്ടികളായിട്ട് ആദ്യം എന്ത് ചെയ്യുക, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് കുട്ടികളായിട്ട് ക്ലിയർ ആയിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്ത് വെക്കണം. ഓക്കെ, in order to involve maximum participation, the teacher should see the discussion is not dominated by one or students. അതായത് ഡിസ്കഷൻ മെത്തേഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ചില ഡിസ്കഷനിലൊക്കെ ഇങ്ങനെയായിരിക്കും, 2-3 കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ ചിലപ്പോൾ എന്തായിരിക്കും, ചില ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, അവരൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം, ടീച്ചർ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാം, ഒരു കുട്ടിക്ക് മാക്സിമം 3 പ്രാവശ്യമാണ് അവരുടെ ഒപ്പീനിയൻ പറയാൻ പറ്റുക. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എല്ലാ കുട്ടികളും അതുപോലെ തന്നെ വെക്കാൻ പറ്റുന്നതാണല്ലോ, എല്ലാ കുട്ടികളും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ഒപ്പീനിയൻ എന്ത് ചെയ്തിരിക്കണം, ഡിസ്കഷന്റെ സമയത്ത് പറഞ്ഞിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കുട്ടികളും അതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് ടീച്ചർ എന്ത് ശ്രദ്ധിക്കണം ഡിസ്കഷന്റെ സമയത്ത് നമ്മൾ എന്ത് ടോപ്പിക്കാണ്, അതായത് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, ആ ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു ഒബ്ജക്റ്റീവിൽ നിന്നും എന്ത് ചെയ്യരുത്, ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകരുത്. അതായത് ആ സെയിം ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ടീച്ചർ ഉറപ്പുവരുത്തണം. ഇൻ കേസ് നമ്മൾ ടോപ്പിക്കിന്റെ ഡിസ്കഷന്റെ ആ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യണം, ഇടയിൽ പറഞ്ഞിട്ട് അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിലോട്ട് തന്നെ കൊണ്ടുവരണം. അതായത് ടീച്ചർ ഒരു മോണിറ്റർ ചെയ്യാന്നുള്ള രീതിക്കാണ് നിൽക്കേണ്ടത്. പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു ലെവലിലാണ് ടീച്ചർ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കഷനിൽ ആക്ട് ചെയ്യേണ്ടത്. ഹെൽത്തി ട്രഡീഷൻ ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഷുഡ് ബി ഫോംഡ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്കുള്ള ഒരു ഹെൽത്തി ഡിസ്കഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ, ഒന്നിലധികം കുട്ടികൾ ഒരുമിച്ച് എന്ത് ചെയ്യരുത്, സംസാരിക്കാനുള്ള ഒരു രീതിക്ക് ആവരുത് ഡിസ്കഷൻസ്. എപ്പോഴും ഒരാൾ സംസാരിക്കുക, ബാക്കിയുള്ളവർ കേട്ടിരിക്കുക. എന്തെങ്കിലും ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ലെക്കായി പോക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ആ ഒരു ലെവലിലോട്ട് കാക്കുക. അതായത് വലിയൊരു തർക്കത്തിലോട്ട് പോവാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ എന്താ, ക്ലാസ് ഡിസിപ്ലിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് കുട്ടികൾ തമ്മിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചർ പ്രോപ്പർ ആയിട്ട് ടൈം എടുത്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കഷൻസ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്കഷൻ മെത്തേഡ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ടു ഷെയർ ഇൻഫർമേഷൻ, ടു inspire interest, to clarify ideas, to identify the different views on a problem, to promote cooperative learning, to get conceptual clarity, to develop skill of expression, to evaluate progress, to locate and define the problem, to allocate responsibility, to find ways of solving the problem. ഈ ഒരു ഡിസ്കഷൻ മെത്തേഡിലോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് പാർട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഒരു ഒറ്റ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് നമുക്ക് കിട്ടും അല്ലെ. അതായത് ഓരോ കുട്ടികൾക്കും അതിനെ കുറിച്ച് അറിയുന്ന ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്യാണ്. അപ്പൊ അത്രയും വ്യൂ പോയിന്റ്സുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഐഡിയ ക്ലാരിറ്റി ആവില്ല. പിന്നെ അതല്ല, കുട്ടികൾ ഇങ്ങനെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള ഒരു രീതിക്ക് അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തായിരിക്കും, ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് അവരുടെ മൈൻഡിൽ അത് നിൽക്കും.
അവർക്ക് പഠിക്കാനൊക്കെ ഒന്നുകൂടെ എളുപ്പമായിരിക്കും അല്ലെ. അതുപോലെ എന്താ, എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂള് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ്, അല്ലെങ്കിൽ എന്താ എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഡിസ്കഷൻ മെത്തേഡിനെ പറയാം അല്ലെ. ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കഷൻ മെത്തേഡിനുള്ളത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഡിസ്കഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഡിസ്കഷൻ ഉണ്ട്, പ്ലാൻഡ് ഡിസ്കഷൻ ഉണ്ട്. ഓപ്പൺ ഡിസ്കഷനിൽ open discussion is the one in which the learner determine the topic and the role of teacher is ask questions that will lead the learner to consider various ideas. ഓപ്പൺ ഡിസ്കഷനിൽ ലേണർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ടീച്ചർ ജസ്റ്റ് എന്ത് ചെയ്യണം, ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാന്നുള്ള ഒരു റോളാണ് ടീച്ചറിനുള്ളത്. There can be no planning because open discussion is spontaneous by definition. It can be extremely effective in getting learner to make inference and draw conclusion. It is always on a topic of interest to the learner because they initiated the discussion. Open discussion നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കഷന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ടീച്ചർ അല്ല എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നത്. ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് സ്പോണ്ടേനിയസ് ആയിരിക്കും, അതായത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കും. മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ടീച്ചർ എന്ത് ചെയ്യും, ആ ഒരു ഡിസ്കഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. കുട്ടികൾ അതിൽ എന്ത് ചെയ്യുക, കുട്ടി അതിനെ ആൻസർ ചെയ്യുക. അപ്പൊ അതൊരു ഡിസ്കഷൻ ഫോർമാറ്റ് ആയില്ലേ. അത് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറയാം. പ്ലാൻഡ് ഡിസ്കഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ടീച്ചർ ഓൾറെഡി പറയും. പിന്നെ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ട് ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യും. അതാണ് പ്ലാൻഡ് ഡിസ്കഷൻ. അപ്പൊ അങ്ങനെ 2 ടൈപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പൊ ഡിസ്കഷൻ പ്രോപ്പറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെമിനാർ. നെക്സ്റ്റ് മെത്തേഡ് സെമിനാർ ആണ്. സെമിനാർ എല്ലാവർക്കും അറിയാം അല്ലെ, ഒരുപാട് സെമിനാറുകളൊക്കെ എടുത്തിട്ടുള്ളതായിരിക്കും നിങ്ങളൊക്കെ അല്ലെ. The term seminar is generally used to refer a structured group discussion that may proceed or follow a formal lecture, often in the form of extreme or often in the form of speeches or paper presentation. സെമിനാറിൽ നമ്മൾ എങ്ങനെയാ ഉണ്ടാവുക, യൂഷ്വലി ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലെക്ചർ പ്രൊവൈഡ് ചെയ്യും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഡിയൻസിന്റെ പാർട്ടിൽ നിന്നുണ്ടാകും. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്യാറല്ലേ. ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ആൾസോ പ്രിപ്പയർ പേപ്പർ ഓർ റിപ്പോർട്ട് ആൻഡ് present before a group of peers, as in the case of seminar paper presentation. The audience critically evaluate the paper and discuss the findings of the paper. Okay, ഇതിൽ ഓഡിയൻസിനും കൂടെ റോൾ ഉണ്ട് അല്ലെ. നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ടോപ്പിക് ആരാണോ സെമിനാർ എടുക്കുന്നത് അവരെന്തെങ്കിലും ടോപ്പിക് ചൂസ് ചെയ്യും. അതുമായിട്ടുള്ള റെഫറൻസ് ഒക്കെ നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം അവരെന്ത് ചെയ്യും, അത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് മുന്നിൽ പ്രസന്റ് ചെയ്യും അല്ലെ. ഒരു ഓഡിയൻസ് ആയിട്ട് നിൽക്കുക, അവരുടെ പിയേഴ്സ് തന്നെ ആയിരിക്കും, അവരുടെ ഒപ്പമുള്ള ആളുകൾ തന്നെയായിരിക്കും, കോ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. അവരെന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണല്ലേ, ഫോം ഓഫ് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് തന്നെ പറയാം അല്ലെ നമുക്ക് സെമിനാറിനെ. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ സെമിനാറിന് കണ്ടക്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ഓഫ് സെമിനാർസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. The teacher should take initiative in acquiring the students with objectives and purpose of seminar. Seminar requires much planning in terms of referring to literature or related aspect of seminar topic. എന്തൊക്കെയാ പറയുന്നത്, ടീച്ചർ ആണല്ലേ നമ്മള് യൂഷ്വലി പറയാറുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ടീച്ചറാണ് നമുക്ക് എന്ത് ചെയ്യുക, എന്താണ് സെമിനാറിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് എന്നുള്ളത് ടീച്ചറാണ് ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ ചാപ്റ്ററിന്റെ ഏതൊക്കെ പോർഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ടീച്ചർ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സുകളൊക്കെ റെഫർ ചെയ്യുക, ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടൊരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, സെമിനാറുകൾ എഴുതൂലെ, പ്രസന്റ് ചെയ്യും. പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സെമിനാർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരിക്കില്ല. അതായത് ഓൾറെഡി നമ്മൾ
ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ പേപ്പർ പ്രസന്റേഷൻ നടത്തും. പിന്നീട് കുട്ടികളുടെ പാർട്ടിൽ നിന്ന് എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ പ്രസന്റേഷൻ ഓഫ് പേപ്പർ സെമിനാർ വേരീസ് ഫ്രം ടോപ്പിക് ടു ടോപ്പിക് ആൻഡ് ഡിസിപ്ലിൻ ടു ഡിസിപ്ലിൻ. ഇത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ഓരോ ടോപ്പിക്കിനനുസരിച്ചും എത്ര ടൈമാണ് അതിന് ഈ ഒരു സെമിനാറിന് ഫിക്സ്ഡ് ടൈം ഒന്നും ഇല്ല അല്ലെ. എത്ര ടൈമാണ് എന്നുള്ളത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ടോപ്പിക്കിനനുസരിച്ചും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ജനറലി ഒരു 30 to 45 മിനിറ്റ്സ് ഒക്കെയാണ് എന്ത് ചെയ്യാറ് ഡിസ്കഷന് വേണ്ടി കൊടുക്കാറുള്ളത്, അതായത് പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളത്. 10 to 15 മിനിറ്റ്സ് ആണ് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കാറുള്ളത്, പേപ്പർ പ്രസന്റേഷന് 30 to 45 മിനിറ്റ്സും അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഡിസ്കഷനും ഒക്കെയുള്ള ടൈം 10 to 15 മിനിറ്റ്സും ആണ് എന്ത് ചെയ്യാറ്. ജനറലി ആ ഒരു ഫോർമാറ്റിലാണ് സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. കുട്ടികൾക്ക് പേപ്പർ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക്, അതായത് ഓഡിയൻസ് ആയി നിൽക്കുന്ന കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതിനായിട്ടുള്ള ഒരു ടൈമും ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളത് ഇതിന്റെ ഒരു മേജർ ആസ്പെക്ട് ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഇൻഡിവിജ്വലിന്റെയും ആ ഒരു ടോപ്പിക്കിന്റെ വ്യൂ പോയിന്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് സെമിനാറിന്റെ അഡ്വാൻറ്റേജ് എന്നാണ് നോക്കുന്നത് കേട്ടോ. ഇറ്റ് ഹെൽപ് ടു ടെസ്റ്റ് ദ സ്റ്റുഡൻസ് പവർ ഓഫ് കോംപ്രിഹെൻഷൻ ആൻഡ് ഇവാലുവേഷൻ. കുട്ടികൾക്ക് എത്രത്തോളം ഇവാലുവേഷൻ പവർ ഉണ്ട്, കോംപ്രിഹെൻഷൻ പവർ ഉണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെമിനാർസിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് അറിയാമെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെമിനാറുകളെ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പവർ, ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എബിലിറ്റി തന്നെയാണ് അല്ലെ. അതായത് ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഫിയർ ഒന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അവർക്ക് ഒന്നുകൂടെ അത് എളുപ്പമായിരിക്കും. അണ്ടർസ്റ്റാൻഡിംഗ് പവർ ആൻഡ് ക്വസ്റ്റ്യനിങ് എബിലിറ്റി ഇൻ റെലവെന്റ് സിറ്റുവേഷൻസ് ആർ സ്ട്രെങ്തൻഡ്. സെൽഫ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഡെവലപ്ഡ്. ഇത്രയും അഡ്വാൻറ്റേജസുകളാണ് നമുക്ക് സെമിനാർ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കിട്ടാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് മെത്തേഡ്സുകളാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ ക്ലാസ് റൂം സെറ്റപ്പിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഇംപാർട്ട് ചെയ്യാനുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഇപ്പൊ 2 മെത്തേഡ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഏതായിരുന്നു, ഡിസ്കഷൻ അല്ലെ. സെക്കൻഡ് വൺ സെമിനാർ. തേർഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കുട്ടികളിൽ എന്ത് ചെയ്യാം, വർക്ക്ഷോപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വർക്ക്ഷോപ്പ് ഈസ് ഗെറ്റ് ടുഗെദർ ഫോർ സം ക്രിയേറ്റീവ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അല്ലെ. അതായത് കുറച്ച് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക്ഷോപ്പ് എന്ന് പറയാ. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓറിയന്റഡ് ടെക്നിക്. ഇതെന്താണ്, ഒരു മെയിൻ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റർ may initiate the workshop in general section and frame guidelines for the conduct of workshop. It involves directly the skills of both cognitive and psychomotor domain, preparing reports, syllabi, manual and critical reviews, visiting places, making technique learning aids and planning instructional design. Instructional materials and modules are examples of activities of workshop section. വർക്ക്ഷോപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഒരു ആക്ടിവിറ്റി ടെക്നിക്കാണല്ലോ, അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിലെന്തൊക്കെയാ ഒരുപാട് ആക്ടിവിറ്റീസ് അതിൽ നടക്കുന്നുണ്ട് അല്ലെ. എന്താ, ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും അതുപോലെ ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ അതിൽ ഇൻവോൾവ് ചെയ്യണം അല്ലെ. അവരെന്ത് ചെയ്യും, ഈ വർക്ക്ഷോപ്പ് അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, സിലബൈ, മാനുവൽ, ക്രിറ്റിക്കൽ റിവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോക്കണം അല്ലെ. അതുപോലെ എന്ത് ചെയ്യണം, പ്ലേസസ് എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം, ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ നമുക്ക് ചെയ്യാനുണ്ട്. പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സെഷനാണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ. റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ വർക്ക് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ കൺക്ലൂഡിംഗ് സെഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വർക്ക്ഷോപ്പ്. എന്തൊക്കെയാണ് വർക്ക്ഷോപ്പിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം.
ഓക്കെ, വർക്ക്ഷോപ്പ് മെയിൻലി എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആക്ടിവിറ്റി ഓറിയന്റഡ് ടെക്നിക്കാണ്. അതിലൊരു ടീം വർക്കാണ് അല്ലെ, കോപ്പറേറ്റീവ് വർക്കാണ്. അതെന്ത് ചെയ്യും, വർക്ക് കൾച്ചർ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും എന്ത് ചെയ്യാണ്, അവരുടെ വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹോൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് വർക്ക്ഷോപ്പ് വരിക. അതുകൊണ്ട് തന്നെ അതൊരു കുട്ടികൾക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ. ഡെയിലി ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ ഇടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് എന്തായിരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഇൻവോൾവ് ദ സ്കിൽസ് ഓഫ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. നമ്മൾ പറയാറുണ്ടല്ലേ, ലേണിംഗ് മെയിൻലി 3 ഡൊമൈനുകളിലായിട്ടാണ് നടക്കുന്നത്. കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയാറുണ്ടല്ലേ. അപ്പം നമ്മൾ നോർമലി നമ്മുടെ ഒരു ലെക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് മെയിൻലി കോഗ്നിറ്റീവ് ഡൊമൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ വർക്ക്ഷോപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഗ്നിറ്റീവ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യണം, അതൊക്കെ കോഗ്നിറ്റീവ് പാർട്ടിലാണ് അല്ലെ, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അഫക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ വരില്ലേ. വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സായിട്ടും കാര്യങ്ങളൊക്കെ ഇന്ററാക്ഷൻ ഒക്കെ കുറെ കൂടും. അഫക്റ്റീവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേണിംഗിന്റെ പാർട്ടുകൾ കുറെ വരും. പിന്നെ സൈക്കോമോട്ടർ അല്ലേ, കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആക്ടിവിറ്റീസ് ഒക്കെ മെയിൻലി ഏത് ഡൊമൈനിലാണ് വരിക, സൈക്കോമോട്ടർ ഡൊമൈനിലെ. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ ലേണിംഗിന്റെ മെയിൻലി 3 ഡൊമൈനുകളും കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു മെത്തേഡാണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് അത്രയും എഫക്റ്റീവ് ആണ്. എ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ക്യാൻ ബി ഈസിലി സോൾവ്ഡ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഇത്രയും ആളുകളുടെ ഒപ്പീനിയനും ഇത്രയും ഡാറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വർക്ക്ഷോപ്പുകളിലൂടെ ഈസി ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റൂലെ. The workshop focuses on individual talent as well as effort of the group. അത് ഇൻഡിവിജ്വൽ ടാലന്റും അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ചിലപ്പോൾ എന്തായാലും ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എല്ലാവരുടെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയുന്നത്. വർക്ക്ഷോപ്പുകൾ നോർമലി എന്തായിരിക്കും, ഫസ്റ്റ് വർക്ക്ഷോപ്പിന് ഇനീഷ്യേഷൻസ് കൊടുക്കുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, അഡ്മിനിസ്ട്രേറ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയിരിക്കും. പിന്നെ മെല്ലെ മെല്ലെ അവർ അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിക്കാക്കും അല്ലെ. ഏതെങ്കിലും ക്ലാസ്സുകളുടെ ബേസിലൊക്കെ തിരിച്ചിട്ട് അതെന്ത് ചെയ്യും, സ്റ്റുഡൻസിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ കാര്യങ്ങളെ ഒരു ലീഡർഷിപ്പ് മെന്റാലിറ്റിയിൽ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പുകളിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒക്കെ കുട്ടികളിലോട്ട് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളിലോട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഫീൽഡ് ട്രിപ്പുകൾ അല്ലെ. എന്ത് ചെയ്യാം, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇൻ കേസ് നമ്മളൊരു പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, ഒരു പോർഷനാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാതെ അവരിലോട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അവിടെ പോകുമ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ലേ, സ്മെല്ല് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ നമ്മള് ലാൻഡ് പൊല്യൂഷൻ ആണെന്ന് വിചാരിക്കും, മെയിൻലി എന്താ ഗാർബേജ് ഏരിയാസ് ഒക്കെ ഡംപ് ചെയ്യുന്ന പ്ലേസുകളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് മനസ്സിലാവും. അവർ കാണുകയാണ്, അവർ ഫീൽ ചെയ്യാണ്, അവരതായിട്ട് എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ അടുത്ത് വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫീൽഡ് ട്രിപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫീൽഡ് ട്രിപ്പ് ആർ വെരി മച്ച് എഡ്യൂക്കേറ്റീവ് ആൻഡ് ദേ ക്രിയേറ്റ് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി ഇൻ സ്റ്റുഡൻസ് ആൻഡ് ആൾസോ ബ്രിങ് ഔട്ട് ദെയർ ക്രിയേറ്റിവിറ്റി. ദോസ് കൺസെപ്റ്റ് ദാറ്റ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്റ്റുഡൻസ് എൻവയോൺമെന്റ് ആർ ബെസ്റ്റ് ലേൺഡ് ഇൻ ദ ഔട്ട്ഡോർ എൻവയോൺമെന്റ്. ഇതൊരു മെയിൻലി നമ്മുടെ ക്ലാസ് റൂമിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെ. ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്ലേസുകൾ കുട്ടികളെ കൊണ്ടുപോയി വിസിറ്റ് ചെയ്യാണ് അല്ലെ. അതൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഒന്നുകൂടെ അവര് എന്തായിരിക്കും, അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും അല്ലെ. The selected places for the field trip should be related to environmental problem. Before the execution of a field trip, the teacher has to plan the trip, including the teacher learning strategies to be followed. ഒരു ഫീൽഡ് ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ടീച്ചേഴ്സിനാണ് മെയിൻലി ഫീൽഡ് ട്രിപ്പിൽ റോളിലെ. ടീച്ചർ സെലക്ട് ചെയ്യണം ഏത് പ്ലേസിലോട്ടാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്. ആ ഒരു പ്ലേസിൽ ഞാൻ കൊണ്ടുപോയാൽ ഏതൊക്കെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ എൻവയോൺമെന്റൽ പ്രോബ്ലം ആണ് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്ലേസ് ടീച്ചർ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ടോപ്പിക്കുകളെ കുറിച്ചിട്ടൊക്കെ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. Okay. After the successful completion of the trip based on the experience and observation, the student may submit their work
in the form of report, drawings, stories and poems. ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലേ, നോർമലി IB സെക്ഷനൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫീൽഡ് ട്രിപ്പുകൾ വരാറുണ്ടല്ലേ. അപ്പൊ അതിൽ നമ്മളോട് പറയാറുണ്ട് എന്ത് ചെയ്യാ, അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ അതേ ഫോർമാറ്റിൽ നമുക്ക് റിപ്പോർട്ടുകളായിട്ടോ ഡ്രോയിങ്സോ സ്റ്റോറീസ്, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഡ്രോയിങ്സ്, സ്റ്റോറീസ്, പോയം, ആ ഒരു രീതിയിൽ നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഫീൽഡ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫീൽഡ് സർവേ ആണ്. ഫീൽഡ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫീൽഡ് സർവേ. ഈ ഫീൽഡ് സർവേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയ ആണ് നമ്മൾ ഫീൽഡ് സർവേ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത്, കറന്റ് പിക്ചർ എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫീൽഡ് സർവേയിൽ മെയിൻലി ഒബ്സർവേഷൻ ആണ് നടത്തുന്നത് അല്ലെ. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ലേണിംഗ് എയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനെക്കാളും ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്, നമ്മൾ ഒബ്സർവേഷൻ ത്രൂ നമ്മൾ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. The study team has planned the objective of the study plan, execute, submit report to take necessary action and for the benefit of other students. Okay, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മെയിൻലി എന്താണ്, ഏത് ടീമാണോ ഈ ഒരു ഫീൽഡ് സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവരെന്ത് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ടൈപ്സ് ഓഫ് ഫീൽഡ് സർവേ നോക്കാം. ഫീൽഡ് സർവേ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ഫീൽഡ് സർവേ ചെയ്യാം, റീജിയണൽ ഫീൽഡ് സർവേ ചെയ്യാം, ജിയോഗ്രഫിക്കൽ ഫീൽഡ് സർവേ, ഹിസ്റ്റോറിക്കൽ ഫീൽഡ് സർവേ, ഇൻഡസ്ട്രിയൽ ഫീൽഡ് സർവേ, അതുപോലെ ഫീൽഡ് സർവേ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീൽഡ് സർവേകൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പ്ലേസുകളിൽ പോയിട്ട്, അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പ്ലേസസുകളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കറന്റ് സ്റ്റാറ്റസ്, പ്രസന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അതാണ് ഫീൽഡ് സർവേ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫീൽഡ് സർവേ ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. അത് മെയിൻലി എന്താണ്, ലേണേഴ്സിന് ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അതുപോലെ എന്താ അവരുടെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡ് സർവേകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കില്ല നമ്മൾ ഫീൽഡ് സർവേക്ക് കുട്ടികളെ കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒബ്സർവേഷൻ ഇന്റർപ്രിട്ടേഷൻ പവറുകൾ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡ് സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് നേച്ചറായിട്ട് ഒന്നുകൂടെ അവർക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ കണക്ട് ചെയ്യാനൊക്കെ ഫീൽഡ് സർവേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ നേച്ചറും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവര് എന്ത് ചെയ്യും, ബോധേഡാവുകയും ചെയ്യും ഫീൽഡ് സർവേയിലൂടെ. ഇനി സ്റ്റെപ്സ് ഇൻ ഫീൽഡ് സർവേ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ള കാര്യം. അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, പ്ലാൻ ചെയ്യുക, പിന്നെ എന്തൊക്കെ ടെക്നിക്കുകളും ടൂൾസും ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. അതായത് ഒബ്സർവേഷൻ ടെക്നിക്കാണോ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണോ, അങ്ങനെ ഏതൊക്കെ ടൂൾസ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കളക്ടർക്ക് എന്തെങ്കിലും എന്താ ലെറ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഫീൽഡ് സർവേയുടെ സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരിഡ് ടു completion in its natural settings. It consists of building comprehensive unit around an activity which may be carried on in the school or outside.
Learning by doing, learning by living are the two cardinal principles of this method. The teacher acts as a guide, friend, or a working partner with the help of students, working partners, and help the students to find the fact and principles themselves. The project may be a constructional type or investigation type. ഓക്കെ, പ്രൊജക്ട് മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഡിഗ്രി ലെവലിൽ ചെയ്തിട്ടുണ്ടാവും, PG ലെവലിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു എന്താണ്, ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതൊക്കെയാണ് പ്രൊജക്റ്റിൽ വരുന്നത് അല്ലെ. അതായത് മെയിൻലി പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡാണ്. അത് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്, കൺസ്ട്രക്ഷണൽ ടൈപ്പ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഉണ്ട്. കൺസ്ട്രക്ഷണൽ ടൈപ്പിൽ വരുന്നതാണ് ഇപ്പൊ നമ്മളൊരു സ്കൂൾ മ്യൂസിയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ ഒരു ഗാർഡൻ ഉണ്ടാക്കുക, അതൊക്കെ എന്താണ് കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്ടുകളെയാണ് നമ്മൾ കൺസ്ട്രക്ഷണൽ ടൈപ്പ് പ്രൊജക്ട് എന്ന് പറയും. എന്താ സയൻസ് എക്സിബിഷൻ ആവശ്യമായിട്ടുള്ള സ്പെസിമെൻസ് കളക്ട് ചെയ്യുക, അതൊക്കെ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് പാർട്ടാണ് അല്ലെ. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ ടൈപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നത് പ്രൊജക്ട് മെത്തേഡിൽ. ഇനി ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഉണ്ട് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിൽ എന്താണ്, സ്റ്റഡി ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്സ്, അതുപോലെ ഒരു പോട്ടിൽ നമ്മളൊരു സീഡ് കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ ഗ്രോത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ. എന്നിട്ട് ഓരോ ഡേയ്സിലും അല്ലെങ്കിൽ ഓരോ വീക്കിലും അതിലുണ്ടായ ചേഞ്ചസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് അങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ ഉണ്ടായിട്ടില്ല, അതൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് പ്രൊജക്ട് ആണ്. അങ്ങനെ മെയിൻലി പ്രൊജക്ടിനെ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, പ്രൊജക്ട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ടൈമും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ എന്ത് ചെയ്യണം, ടീച്ചർ പ്രൊവൈഡ് ചെയ്യണം. നോർമൽ ഇപ്പൊ ഒരൊറ്റ വീക്ക് കൊണ്ടൊന്നും നടക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല അല്ലെ. പ്രൊജക്ടിന് അത്യാവശ്യം ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് മെത്തേഡ് ആണ്. പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്പുകളിൽ സെൻസിങ് എ പ്രോബ്ലം, ഡിഫൈനിങ് ദ പ്രോബ്ലം, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി, data collection, process of analysis, drawing conclusion, evaluation and reporting. 3 സ്റ്റെപ്പുകളാണ് പ്രൊജക്ട് മെത്തേഡിലുള്ളത്. ഒരു നല്ല പ്രൊജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലേണറും ടീച്ചറും അതിൽ എന്ത് ചെയ്യണം, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ആ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളും യൂസ്ഫുള്ളും ആയിരിക്കണം. അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ടായിരിക്കണം. അത് പ്രാക്ടിക്കബിൾ ആവണം, അത് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള പ്രൊജക്ടുകളായിരിക്കണം. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അത് എക്സ്പെൻസീവ് ആവാൻ പാടില്ല. അതായത് കുറഞ്ഞ ചെലവിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എഫക്റ്റ് കിട്ടുന്ന രീതിക്കുള്ള പ്രൊജക്ടുകളാണ് നമ്മൾ ഗുഡ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലേണേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ എബിലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ളതായിരിക്കണം ഒരു നല്ല പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പ്രൊജക്ട് മെത്തേഡിന്റെ മെറിറ്റുകൾ എന്ന് നോക്കാം. This method is based upon the law of learning. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, law of learning, law of readiness, law of exercise, law of effect. ഇതാണ് 3 ലേണിംഗിന്റെ ലോസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതായത് ഒരു കുട്ടി പഠിക്കാൻ എന്ത് ചെയ്തിരിക്കണം, ആ കുട്ടി മനസ്സുകൊണ്ട് എന്താ റെഡി ആയിരിക്കണം, അതാണ് ലോ ഓഫ് റെഡിനെസ്. അങ്ങനെ 3 ലോസുകൾ ഉണ്ട് അല്ലെ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോകളെയൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്ത് പ്രൊജക്ട് മെത്തേഡ്. അതായത് ഒരു പ്രൊജക്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടി ആ ഒരു പ്രൊജക്ട് ചെയ്യാൻ ആ കുട്ടി മെന്റലി എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആള് ചെയ്യാൻ എന്തായിരിക്കണം, വില്ലിങ് ആയിരിക്കണം. അതായത് ആള് ചെയ്ത കാര്യങ്ങളുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊജക്ട് മെത്തേഡിന്റെ മെറിറ്റ്സ് ആണല്ലോ. അതായത് ഇത് മെയിൻലി ബേസ്ഡ് ഓൺ എന്താണ്, ലോ ഓഫ് ലേണിംഗിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്ട് മെത്തേഡ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ, കോപ്പറേറ്റീവ് ആക്ടിവിറ്റിയും അതുപോലെ ഗ്രൂപ്പ് ഇന്ററാക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ് ആണെന്ന് പറയാല്ലേ. കാരണം കുട്ടികളാണ് അതിൽ മെയിൻലി എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അവരാണ് ചൂസ് ചെയ്യുന്നത് എന്താണ് അവരുടെ ടോപ്പിക് എന്നുള്ളത്. പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്യാണ്, കുട്ടികളാണ് അല്ലെ. ടീച്ചേഴ്സ് ജസ്റ്റ് ഒരു ഗൈഡ് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റോൾ അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ കുട്ടികളുടെ ഒബ്സർവേഷൻ പവർ, അതുപോലെ ഡിസ്കവറി, എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കാര്യം ഡിസ്കവറി ചെയ്യാനുള്ള ഒരു പവർ, കൺക്ലൂഡ് ചെയ്യാനുള്ള പവർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട് മെത്തേഡിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ഡീമെറിറ്റ് ആയിട്ട് പറയാനാണെങ്കിൽ പ്രൊജക്ട് മെത്തേഡിന് നമുക്ക് അത്യാവശ്യം നല്ല ടൈം ആവശ്യമുണ്ട് അല്ലെ. അതുപോലെ എന്താണ്, അത്യാവശ്യം വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. It involves much more work on the part of the teacher. ടീച്ചറിന് എന്തെങ്കിലും ഇത്രയും കുട്ടികളും ഡിഫറെന്റ് പ്രൊജക്ടുകളായിരിക്കില്ല ചൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അത് പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ കൂടെയാണല്ലേ, നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് പ്രൊജക്ടുകൾ വരിക.
അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വർക്ക് ലോഡ് ടീച്ചറിന് വരുന്നുണ്ട്. അതുപോലെ എന്താ, the whole syllabus, especially for more advanced classes, cannot be included in a collection of project, and it is difficulty to finish the syllabus in the limited time. അതായത് ഒരു ചെറിയൊരു പാർട്ടൊക്കെ ആയിരിക്കില്ല പ്രൊജക്ടിന്റെ പാർട്ട് ഇതിൽ വരിക. അപ്പം ഒരു സിലബസ് കവർ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും പ്രൊജക്ട് ത്രൂ നമ്മൾ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എന്താണ്, ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ ഒന്നും റിട്ടൺ ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ എന്താ, നല്ല ലൈബ്രറീസിലോ ലബോറട്ടറിയിലോ ഒക്കെ ചെയ്യേണ്ട പ്രൊജക്ടുകളാണെങ്കിൽ അതെന്തായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പ്രൊജക്ട് മെത്തേഡിന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സിബിഷൻ ആണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഷോയിങ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓഫ് മെറ്റീരിയൽസ് ആണ് എക്സിബിഷൻ എന്ന് വരുന്നത്. അതെന്ത് ചെയ്യും, നമ്മൾ പ്രൊജക്ട് വർക്കുകളോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, exhibition can be arranged to show the project work of the students or highlight the environmental problem in order to get suitable remedies. Students will take a part actively in this exhibition and show their ability. They also explain observation about the environmental problem and solution. The organization of exhibition should be provided for ample sphere for the development of skills of the members. The execution of the plan should be quick and systematic. The teachers should guide the students in organizing the exhibition. Exhibition ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയുന്നതാണ് അല്ലെ, നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴും കോളേജ് ലെവലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജ് ഓഫ് എക്സിബിഷൻ ആണ്. എക്സിബിഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ learning by doing. The learners can observe, analyze, criticize, and apply the scientific law. They get chances for picking up skills by means of participation in the exhibition. They can learn how to cooperate and show leadership qualities while working in the exhibition. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ആണ് എക്സിബിഷനിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വീഡിയോ ടെലിവിഷനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇന്നത്തെ പോർഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.